ഹായ് ഓൾ, വെൽക്കം ടു എക്സാൻ വൈ ലേണിംഗ്. സോ നമ്മൾ ഓൺ എക്സാം ആണ് വരാൻ പോകുന്നത്. സോ ഓൺ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബേസിക് സയൻസിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമ്മളുടെ ഓൺ എക്സാമിന് വരുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് റെലം അല്ലെങ്കിൽ മാർവൽ ഇൻ ടു ദ മാഗ്നറ്റിക് റെലം എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ് us സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന തേർഡ് ചാപ്റ്റർ. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമ്മൾ ബേസിക് സയൻസിന് നമ്മൾ ഓൺ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് വരാം. അപ്പം അതിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ SCERT സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. സോ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, നമ്മുടെ ഓൺ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത് നോക്കാം. ഒബ്സർവ് ദ ഫുഡ് ചാർട്ട്. ഇവിടെ ഒരു ഫുഡ് ഒരാൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലി കഴിക്കുന്ന ഫുഡ് ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ റൈസും വീറ്റും ആണ് അവർ 60% അവരെന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. അവർ കഴിക്കുന്നതിൽ ഒരു മോർ ദാൻ 50% അവർ റൈസ് അല്ലെങ്കിൽ വീറ്റ് ആണ് കഴിക്കുന്നത്. ഇനി 20% അവർ കഴിക്കുന്നത് ഫിഷ് ഓർ മീറ്റ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 5% കഴിക്കുന്നത് മിൽക്കും മിൽക്കിന്റെ പ്രൊഡക്ട്സും ആണ് അവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് 10% ആണ് അവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ അതേഴ്സ്, അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കഴിക്കുന്നത് പറയുന്നത് 5%. അപ്പോൾ ടോട്ടൽ ശതമാന കണക്കാണ് എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. The food chart shows the proportion of different food items included in a family weekly diet in our locality. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഫാമിലി വീക്ക്ലി ഡയറ്റിന്റെ ഒരു ഫുഡ് ചാർട്ട് ആണ് എന്ത് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ which food item is included the most in the diet. ഈ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്, ഏത് ഫുഡ് ഐറ്റം ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടിട്ട് തന്നെ ഈസിലി പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ കഴിച്ചിട്ടുള്ളത് എന്താണ്, റൈസ് അല്ലെങ്കിൽ വീറ്റ്. അതാണ് 60% അവർ കഴിച്ചിട്ടുള്ളത്. സോ 60% അവർ കഴിച്ചിട്ടുള്ളത് റൈസ് ഓർ വീറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൈസിലും വീറ്റിലും ഏറ്റവും കൂടുതലുള്ളത് എന്താണ്, റൈസിനും വീറ്റിലും ഏറ്റവും കൂടുതൽ എന്താണുള്ളത്, കാർബോഹൈഡ്രേറ്റ് ആണ്. സോ അവർ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ ഫുഡ് ഫോർ ഹെൽത്തിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ന്യൂട്രിയൻ്റ് ആണ് അവർ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും റൈസ് ഓർ വീറ്റ് ആണ് അവർ 60% കഴിച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്രാഫ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ ഒരു പൈ ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇനി ഇതിൻ്റെ തന്നെ ബി പാർട്ടിലേക്ക് നമുക്ക് പോയി നോക്കാം. ബി പാർട്ടിൽ നോക്കുന്ന സമയത്ത് ആർ ദ പ്രൊപ്പോർഷൻസ് ഓഫ് ദ ഫുഡ് ഐറ്റംസ് അപ്രോപ്രിയേറ്റ്. അതായത് എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെയും അളവ് കൃത്യമായിട്ടാണ് അവർ കഴിക്കുന്നത്, അപ്രോപ്രിയേറ്റ് ആണോ, ഇത് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടോ, ചില കാര്യങ്ങൾ ആവശ്യത്തിൽ കുറവാണോ കഴിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് റൈസിലും വീറ്റിലും കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. അത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട് അവർ. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഫിഷ് ഓർ മീറ്റ്, ഫിഷിലും മീറ്റിലും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് പ്രോട്ടീൻ ആണ് ഏറ്റവും കൂടുതൽ കിട്ടുക. ഓക്കെ, പ്രോട്ടീൻ ആണ് ഏറ്റവും കൂടുതൽ കിട്ടുക. അതുപോലെ തന്നെ ഫ്രൂട്ടും വെജിറ്റബിൾസും കഴിക്കുന്ന സമയത്ത് നമുക്ക് വിറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസുമാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് മിൽക്ക് പ്രോഡക്ട്സും നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് മിനറൽസും കിട്ടാം, അതുപോലെ തന്നെ നമുക്ക് ഫാറ്റ്സ് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് എന്തുകൂടി കിട്ടും, നമുക്ക് സർട്ടൻ പ്രോട്ടീൻസ് കൂടി നമുക്ക് മിൽക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഇനി അതേഴ്സ് എന്ന് പറയുന്നത് എന്ത് പ്രോഡക്ട്സ് ആണെന്നൊന്നും നമുക്ക് തന്നിട്ടില്ല. ഇനി ഇത് റൈസും വീറ്റും കഴിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല സർട്ടൻ പ്രോട്ടീൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ അതിലുണ്ടാവുക കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പ്രോട്ടീൻ ഉണ്ട്, അവർ കഴിക്കുന്നതിൽ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ചില രീതിയിലുള്ള ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ബട്ട് എന്നാലും ചില കാര്യങ്ങളൊന്നും അപ്രോപ്രിയേറ്റ് അല്ല, അല്ലേ? പ്രോട്ടീനൊക്കെ 20% അല്ലെങ്കിൽ 20% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവർ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ബാക്കി ടോട്ടൽ ഫുഡിൻ്റെ 60% അവർ കൺസ്യൂം ചെയ്യുന്നത് എന്താണ്, അവർ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് നല്ലൊരു ഡയറ്റ് അല്ല. ഒരു നല്ലൊരു ഡയറ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അപ്രോപ്രിയേറ്റ്, അതായത് കൃത്യമായ അളവുകളിൽ കഴിക്കണം. എല്ലാ കാര്യങ്ങളും കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, അതുപോലെ തന്നെ ഫാറ്റ് വേണം, അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു കഴിക്കുന്ന ഒരു ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുക. സോ ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. ഇത് അപ്രോപ്രിയേറ്റ് ആണോ? നമുക്ക്
പര്യാപ്തമാണോ? അല്ല, പര്യാപ്തമല്ല. ഇതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അളവുകളിലാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഇത്രയും കൂടുതലൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് എത്രയാണോ ആവശ്യം അത്രയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൺസ്യൂം ചെയ്യേണ്ടത്. സോ ബാലൻസ് ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് അല്ല. അപ്രോപ്രിയേറ്റിനേക്കാളും കൂടുതലാണ് കാർബോഹൈഡ്രേറ്റിന്റെ കൺസെപ്ഷൻ. അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അപ്രോപ്രിയേറ്റിനേക്കാളും കുറവാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വാട്ട് ആർ ദ മെയിൻ ചേഞ്ചസ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് ടു ദ ഫാമിലി ഫുഡ് ഹാബിറ്റ്സ്? അപ്പൊ ഫാമിലി ഫുഡ് ഹാബിറ്റ്സിൽ അവരെന്ത് കഴിക്കുന്നില്ല? അവർ ഫൈബർ കഴിക്കുന്നുണ്ടോ? ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിട്ട് എവിടെയും പറയുന്നില്ല. അവർ കഴിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം കഴിക്കുന്നുള്ളൂ. അതിൽ കുറച്ച് ഫൈബേഴ്സ് ആണ്. അതായത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഫൈബേഴ്സ് ഉണ്ടാവും. ബട്ട് ആ ഫൈബേഴ്സ് കൂടുതലായിട്ട് അവരെന്ത് ചെയ്യണം? ഫൈബേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ അവർ പ്രോട്ടീൻ കഴിക്കുന്നത് 20%. കൂടുതലായിട്ട് അവർ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? മാറ്റം വരണം. അവരുടെ ഡയറ്റിൽ കുറച്ചുകൂടി ഇൻക്ലൂഡഡ് ആക്കേണ്ടത് ഫൈബറൊക്കെയാണ്. അപ്പോൾ ഫൈബറൊക്കെ എന്താണ്? കുറച്ചുകൂടി അവർ കൂട്ടണം. അതുപോലെ തന്നെ അവർ ഫാറ്റ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കൂടി എന്ത് ചെയ്യണം? അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ നമ്മൾ നോക്കുന്ന സമയത്ത് വാട്ട് ആർ ദ മെയിൻ ചേഞ്ചസ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് ടു ദ ഫാമിലി ഫുഡ് ഹാബിറ്റ്സ്? ഫുഡ് ഹാബിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് കുറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കൂട്ടുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെയും മാറ്റം വരുത്തണം. അപ്പം ആ ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതി വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ലുക്ക് അറ്റ് ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ 3 ചിൽഡ്രൻ ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് ദേ ഹാവ്. 3 കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സും തന്നിട്ടുണ്ട്, അവർക്ക് വരുന്ന ഡിഫിക്കൽട്ടീസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ നോക്കിയാൽ വിച്ച് ഫുഡ് ഐറ്റം വാസ് മിസ്സിംഗ് ഫ്രം ഓൾ ദ 3 ചിൽഡ്രൻ ഡയറ്റ്സ്? അതായത് എല്ലാ ചിൽഡ്രൻ്റെ ഡയറ്റിലും നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ കേസ് അല്ലെങ്കിൽ ആദ്യത്തെ ചൈൽഡിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് അനു എന്ന് പറയുന്ന ചൈൽഡാണ്. അനുവിന് എന്താണ്? കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫീക്കൽ മാറ്റർ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. അതായത് നമ്മൾ ഫീക്കൽ മാറ്റർ അവിടെ റിമൂവ് ചെയ്യാണ്ട് അവിടെ തന്നെ കെട്ടി നിൽക്കുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത്. അപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വയറുവേദന, സ്റ്റൊമക്ക് ഏക്കും ഉണ്ട്, വയറുവേദന നന്നായിട്ടുണ്ട്. അപ്പം അനുവിൻ്റെ ഫുഡ് ഹാബിറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റൈസ് ഈറ്റ് ചെയ്യുന്നുണ്ട്, ഫിഷ് ഈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം റൈസ് ഈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഈറ്റ് ചെയ്യുന്നുണ്ട്. ഫിഷ് ഈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഇനി മീറ്റ് ഈറ്റ് ചെയ്യാന്ന് പറയുന്നത് അവിടെയും നമുക്ക് എന്താ കിട്ടുന്നത്? പ്രോട്ടീനും സർട്ടൻ മിനറൽസും ആണ് കിട്ടുന്നത്. എഗ്ഗ് കഴിക്കുന്നുണ്ട്, അവിടെയും നമുക്ക് പ്രോട്ടീനാണ് കിട്ടുന്നത്. മിൽക്ക് കഴിക്കുന്നുണ്ട്, അവിടെയും നമുക്ക് പ്രോട്ടീനാണ് കിട്ടുന്നത്. അപ്പം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മാത്രമാണ് എന്ത് അനുവിൻ്റെ ഫുഡിലുള്ളത്, വേറെ ഒന്നുമില്ല. അവിടെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്താണ് അവിടെ കാണാൻ പറ്റുന്നില്ല. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് അവിടെ കഴിക്കുന്നില്ല. അനു ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് അവിടെ കഴിക്കുന്നില്ല. സോ അത് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഒരു ബാലൻസ് ഡയറ്റ് ആണെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതുകൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അനു. ഇനി നമുക്ക് നോക്കാം അതായിരിക്കും മേ ബി എന്തായിരിക്കാം? അതായിരിക്കണം കോൺസ്റ്റിപ്പേഷനും അതുപോലെ തന്നെ സ്റ്റൊമക്കിനൊക്കെ അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഏക്കിനും വയറുവേദനക്കൊക്കെ കാരണം അതായിരിക്കും. കാരണം ഫ്രൂട്ടിലും വെജിറ്റബിൾസിലും എന്തുണ്ട്? ഫൈബർ കണ്ടന്റ് ഉണ്ട് അല്ലേ? ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളതാണ് ഫ്രൂട്ടും വെജിറ്റബിൾസും. അതും എന്താണ്? നന്നായിട്ട് കഴിക്കണം. ഓക്കെ, അതും നന്നായിട്ട് അപ്രോപ്രിയേറ്റ്, അതായത് കൂടുതൽ കഴിക്കണം എന്നല്ല പറയുന്നത്, അപ്രോപ്രിയേറ്റ് അളവിൽ കഴിക്കണം. ഇനി ബിനു നോക്കാം. ബിനുവിന്റെ കേസ് എന്താന്ന് നോക്കാം. ഒബീസിറ്റി, അതായത് വയറ് നന്നായിട്ട് കൂടുന്നുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് വണ്ണം വെക്കുന്നുണ്ട്, അതിനാണ് ഒബീസിറ്റി എന്ന് പറയുക. അതായത് അമിതവണ്ണത്തിനെയാണ് ഒബീസിറ്റി എന്ന് പറയുക. അതൊരു കണ്ടീഷനാണ്. അത് നമ്മുടെ ഫാറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കൂടുന്ന സമയത്താണ് നമുക്കത് കാണാൻ പറ്റുക. ഇനി സ്റ്റൊമക്ക് ഏക്ക്, വയറുവേദന കാണുന്നുണ്ട്. എന്താണ് ഫുഡ് ഹാബിറ്റ്സ്? ബിനുവിന്റെ ഫുഡ് ഹാബിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈറ്റ് ഫ്രൈഡ് ഐറ്റംസ് എ ലോട്ട്. ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്. ഇത് ശരിയാണോ? ഒട്ടും ശരിയല്ല. കാരണം ഏറ്റവും ഫാറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹെൽത്തിയർ ആയിട്ടുള്ള ഫാറ്റ് കൂടിയല്ല, നമുക്ക് ബാഡ് ആയിട്ടുള്ള ഫാറ്റ് മോളിക്യൂൾസ് ആണ് എന്താ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്. ഫ്രൈഡ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സമയത്ത്, മീറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? നമുക്ക് പ്രോട്ടീൻ കിട്ടും. എഗ്ഗ് കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ, മിൽക്ക് കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ. അപ്പം ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല, അതുപോലെ തന്നെ വൈറ്റമിൻസ് ഇല്ല, മിനറൽസ് ഇല്ല, അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഫ്രൂട്ടും വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് എന്ത് ചെയ്യണം? ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസും ഇവിടെയും എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്.
ഓക്കെ, ഇവിടെയും ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടി എന്ത് ചെയ്യണം, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് കൂടി എന്ത് ചെയ്യണം, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, ബിനുവിന്റെ കേസിൽ അതൊക്കെ കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ദീപക്കും സെയിം അവസ്ഥയാണ്, അനുവിന്റെ പോലെ ഇല്ല, സെയിം അവസ്ഥയാണ്. കോൺസ്റ്റിപ്പേഷനും വയറുവേദനയുണ്ട്, അതുപോലെ തന്നെ ഇൻഫെക്ഷനും കാണുന്നുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ കാണാന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫെക്ഷനൊക്കെ എതിരെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മളുടെ വൈറ്റമിൻസും മിനറൽസും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ കഴിയുന്നത് ഫ്രൂട്ടും വെജിറ്റബിൾസും കഴിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് നോക്കാം, ദീപ ഫ്രൂട്ടും വെജിറ്റബിൾസും കഴിക്കുന്നുണ്ടോ നോക്കാം. ലെസ് ഇൻടേക്ക് ഓഫ് വാട്ടർ കുടിക്കുന്നില്ല, വാട്ടറിന്റെ അളവ് എന്താണ്, കുറവാണ്. അതുപോലെ തന്നെ വാട്ടറിന്റെ അളവ് കുറവാണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ ഡസ് നോട്ട് ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത് ഈറ്റ് ചെയ്യുന്നില്ല. സോ ദീപക്ക് ഡെഫിനറ്റ്ലി ഇൻഫെക്ഷനും വരും, അതുപോലെ തന്നെ എന്തു വരും, സ്റ്റൊമക്കേക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനും വരും അല്ലെ, മലബന്ധവും വരും. അതെന്തുകൊണ്ടാണ്, ഫ്രൂട്ടും വെജിറ്റബിൾസും കഴിക്കുന്നില്ല. കാർബോഹൈഡ്രേറ്റിന്റെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും കാർബോഹൈഡ്രേറ്റ് നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞല്ലോ. അപ്പൊ ഈ കേസിൽ നമുക്ക് പറയാം കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇൻഫെക്ഷൻ ആണ് വന്നിട്ടുള്ളത്. ഇൻഫെക്ഷനെതിരെ നമ്മൾ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ആണ് കഴിക്കേണ്ടത്. സോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ത് ചെയ്യണം, ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഫ്രൂട്ടും വെജിറ്റബിൾസും എന്ത് ചെയ്യണം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് അവിടെ മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാത്തിലും മിസ്സിങ് ആയിട്ടുള്ള ഒരാളാരാണ്, വൈറ്റമിൻസും മിനറൽസും തരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ല. ഇപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് എല്ലാവരും കഴിക്കുന്നതിൽ മേജർ ആയിട്ടുള്ള മിസ്സിങ് ആയിട്ട് കാണുന്നത്. അപ്പം ഇവിടെ എന്താ എഴുതി വെക്കേണ്ടത്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് അല്ലേ മേജർ മിസ്സിങ് ആയിട്ട്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇവിടെ മേജർ മിസ്സിങ് ആയിട്ട് കാണുന്നത് അല്ലേ. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് തരുന്ന ആൾക്കാരാണ് ഇവിടെ മേജർ മിസ്സിങ് ആയിട്ട് കാണുന്നത് അല്ലേ. വൈറ്റമിൻസും മിനറൽസും തരുന്ന ആൾക്കാരെയാണ് ഇവിടെ മേജർ ആയിട്ട് മിസ്സിങ് ആയിട്ട് കാണുന്നത് അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ തന്നെ ബി പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. What advice should be given to Binu to improve his food habits? Explain the reason for this advice. അതായത് ബിനുവിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ബിനുവിന് ഒബീസിറ്റി ആണ്, ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ആണ് ബിനു കഴിക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് ഒബീസ് ആവും അല്ലെ. ഒബീസ് ആവും എന്ന് പറഞ്ഞാൽ അമിതവണ്ണം വെക്കും. അമിതവണ്ണം വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഈ ഫ്രൈഡ് ഐറ്റംസ് ഒരിക്കലും നല്ലതല്ല, നമ്മുടെ ബോഡിക്ക് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ അത് കഴിക്കുന്നത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ നന്നായിട്ട് തരുന്ന ഗുഡ് ഫുഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബിനുവിന് കഴിക്കാൻ നമ്മൾ അഡ്വൈസ് കൊടുക്കേണ്ടത്. അപ്പം ബിനുവിന് കൊടുക്കേണ്ട അഡ്വൈസ് എന്താണ്, ബിനുവിന് കൊടുക്കേണ്ട അഡ്വൈസ് ടു റെഡ്യൂസ് ഫ്രൈഡ് ഐറ്റംസ് അല്ലേ. ഫ്രൈഡ് ഐറ്റംസിനെ റെഡ്യൂസ് ചെയ്യണം. ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഫാറ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഒബീസിറ്റി ഒക്കെ വരുന്നത് അല്ലെ. അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദീപാസ് ഫുഡ് ഹാബിറ്റ്. ദീപയുടെ ഫുഡ് ഹാബിറ്റിൽ നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക, ദീപ കുറച്ച് വെള്ളം കുടിക്കുകയുള്ളൂ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈറ്റ് ചെയ്യുന്നില്ല. സോ എന്ത് ചെയ്യണം, അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യണം, ദീപ കുടിക്കണം. സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ to be amount of water to be taken in diet. ഡയറ്റിൽ എന്ത് ചെയ്യണം, സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യണം, ടേക്കിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ടു റെഡ്യൂസ് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മലബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ദീപക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഡ്രിങ്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ടു റെഡ്യൂസ് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ് എന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഏതാണ്, ഈ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദ ഇൻഫോർമേഷൻ ഈസ് കറക്റ്റ്.
ഇതിൽ തന്നെയുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് ആണെന്നാണ് നമുക്ക് നോക്കേണ്ടതുള്ളത്. അപ്പോൾ വൈറ്റമിൻസ് ആണ് ഫസ്റ്റ് ടേബിളിൽ കൊടുത്തുള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തുള്ളത്. സെക്കൻഡ് കോളത്തിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. ഇനി തേർഡ് കോളത്തിൽ കൊടുത്തുള്ള ഫുഡ്സ് ടു ഈറ്റ് ആണ്, ഏതൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. റീകൺസ്ട്രക്ട് ദ ചാർട്ട് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് vitamin A, B and C and food that should be eaten to overcome them. അതായത് വൈറ്റമിൻസ് കൊണ്ടുണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസസും വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസസും അതുപോലെ തന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഫുഡ് ഐറ്റംസുമാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ തന്നുള്ളത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. സോ വൈറ്റമിൻ എ കാരണം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമുക്ക് രാത്രിയിൽ കണ്ണ് കാണാണ്ടിരിക്കുക അല്ലെ, കാഴ്ച കുറയാം. നൈറ്റിൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡെമ്മിൽ നമുക്ക് അല്ലെങ്കിൽ നൈറ്റിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുക. അപ്പോൾ വൈറ്റമിൻ എ ഇല്ലെങ്കിലാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പോൾ വൈറ്റമിൻ എ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫിഷും ക്യാരറ്റും എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഫിഷും ക്യാരറ്റും ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ക്യാരറ്റിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് വൈറ്റമിൻ എ ആണ്. അപ്പം ഇതാണ് കറക്റ്റായിട്ട് വരാം. ഫിഷും ക്യാരറ്റും എന്താണ് വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടി ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഫുഡാണ്. ഇനി വൈറ്റമിൻ ബി കാരണം ഉണ്ടാവുന്ന ഒരാളാണ് മൗത്ത് അൾസർ അല്ലേ. നമ്മുടെ മൗത്തിൽ അൾസേഴ്സ് ആയിട്ട് വരും അല്ലെ, പുണ്ണ്. നമ്മൾ മലയാളത്തിൽ വാപ്പുണ്ണ് എന്ന് വിളിക്കും. അപ്പോൾ വാപ്പുണ്ണ് ഉണ്ടാവാനുള്ള കാരണം വൈറ്റമിൻ ബിന്റെ ഡെഫിഷ്യൻസി ആണെന്ത്, വാപ്പുണ്ണ്, മൗത്ത് അൾസർ എന്ന് പറയുന്നത്. അപ്പോൾ മൗത്ത് അൾസർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആളാണ് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ നമ്മുടെ അരി അല്ലേ. നമ്മൾ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് അരി എന്ന് വിളിക്കും, മട്ട അരി, അതുപോലെ തന്നെ സ്പിനാച്ച്, നമ്മൾ ചീര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൈറ്റമിൻ ബിന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമുക്ക് വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് സ്കർവി. അതായത് നമ്മൾ ഗമ്മൊക്കെ ബ്ലീഡായിട്ട് വരും അല്ലേ, നമ്മുടെ മൗത്തിലൊക്കെ ഗംസ് ഒക്കെ എന്ത് ചെയ്യും, അവിടെയൊക്കെ ഒരു പൊട്ടലൊക്കെ വരും. അതെന്തുകൊണ്ടാണ്, വൈറ്റമിൻ സിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്. ഇത് സ്കർവി എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ സ്കർവി എന്ന് പറയുന്ന ഡിസീസിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഗൂസ്ബെറി, അതായത് നമ്മൾ നെല്ലിക്ക, അതുപോലെ തന്നെ നാരങ്ങ, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. വൈറ്റമിൻ സിനെ നമ്മൾ വേറൊരു പേര് കൂടി വിളിക്കും, അസ്കോർബിക് ആസിഡ് എന്നാണ് അതിൻ്റെ പേര്. അസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിനെ നമ്മൾ വിളിക്കുന്ന പേര്. അതൊരു ആസിഡാണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ നമ്മളെ ഗൂസ്ബെറി, അതുപോലെ തന്നെ ലെമൺ, അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ച്, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു അൺറൈപ്ഡ് ആയിട്ടുള്ള ചില ഫ്രൂട്ട്സുകൾ, ലെമണ്, അതുപോലെ തന്നെ മുസംബി, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഏറ്റവും കൂടുതൽ അസ്കോർബിക് ആസിഡ് കാണാൻ പറ്റും. സോ അത് ഓവർകം ചെയ്യാൻ നമുക്ക് ഗൂസ്ബെറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഈ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും കൺസ്ട്രക്ട് ചെയ്യണം. അതായത് വൈറ്റമിൻ എ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, എന്നിട്ട് അതിനുശേഷം ഫിഷും ക്യാരറ്റും കറക്റ്റായിട്ട് അടുത്ത കോളത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ ബി മൗത്ത് അൾസർ, ബ്രൗൺ റൈസ് ആൻഡ് സ്പിനാച്ച് എന്ന് കൊടുക്കുക. വൈറ്റമിൻ സി സ്കർവി, അതുപോലെ തന്നെ ഗൂസ്ബെറി ആൻഡ് ലെമൺ എന്ന് കൊടുത്തിട്ട് നമ്മൾ ടേബിൾ വരച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ആൻസർ ആയി. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാണ്. റൈറ്റ് വൺ സിംറ്റം ഫോർ ഡെഫിഷ്യൻസി ഡിസീസ് സ്കർവി. സ്കർവിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസിന് വരുന്ന ഏതെങ്കിലും ഒരു സിംറ്റമാണ്, അതായത് അത് കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആ സ്കർവി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാവും സ്കർവി ആണെന്ന്. അപ്പം അതിനെന്തെങ്കിലും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവും അല്ലേ, അത് നമുക്ക് കാണിക്കുന്ന ഓരോ ലക്ഷണങ്ങൾ ഉണ്ടാവും അല്ലെ, അതിനെയാണ് സിംറ്റംസ് എന്ന് വിളിക്കുക. അപ്പോൾ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഗമ്മാണ് ഫസ്റ്റ് സിംറ്റം. ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗംസ് എന്ത് ചെയ്യും, ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പല്ലിലൊക്കെ ആണ് നമ്മുടെ ഓരോ പല്ലുകൾ ഇറക്കി വെച്ചുള്ള ആ പാർട്ടിനെയാണ് നമ്മൾ ഗംസ് എന്ന് വിളിക്കുക. അപ്പോൾ ഗംസിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യും, ബ്ലീഡിങ് വരാൻ തുടങ്ങും, അവിടെ നിന്നൊക്കെ രക്തം വരാൻ തുടങ്ങും. ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ സ്കർവി എന്ന് പറയുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമുക്ക് എന്ത് വരും, നമ്മുടെ കൈകളിലൊക്കെ ചെറിയ നമുക്ക് ലേഷൻസ് കാണാൻ പറ്റും, ചെറിയ സ്പോട്സ് ഒക്കെ കാണാൻ തുടങ്ങും. അതൊക്കെ എന്താണ്, സ്കർവിൻ്റെ ഒരു സിംറ്റമാണ് അല്ലെങ്കിൽ ലക്ഷണമാണ്. ഇനി ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ തന്നെയുള്ള ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ കനോട്ട് സീ അറ്റ് നൈറ്റ്. ശരിയാണോ? ഒരാൾക്ക് നൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുക അല്ലേ. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി വായിച്ചു നോക്കാം. പേഴ്സൺ വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ക്യാൻ സീ ഇൻ ബ്രൈറ്റ് ലൈറ്റ്. കാണാൻ പറ്റുമോ? ബ്രൈറ്റ് ലൈറ്റിൽ കാണാൻ പറ്റുമോ? ഇതും ശരിയാണ്.
അപ്പം ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞാൽ. അപ്പം എ പേഴ്സൺ വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ക്യാൻ സീ ഇൻ ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ശരിയാണ്, അയാൾക്ക് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇനി നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ കനോട്ട് സീ ഡ്യൂറിങ് ഡേ ടൈം ആണോ? പകല് ഒരാൾക്ക് കണ്ണ് കാണുന്നില്ലെങ്കിൽ അതിനാണോ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുക? അല്ല. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം. എ പേഴ്സൺ വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് കനോട്ട് സീ ഇൻ ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അതെന്താണ്? റോങ് ആണ്. ഈ എ പേഴ്സൺ വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ക്യാൻ സീ ഇൻ ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നതും ശരിയാണ്. അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ കനോട്ട് സീ അറ്റ് നൈറ്റ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. അപ്പം നമ്മൾ രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസും ഏകദേശം ഒരേപോലെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഏതാണ് ഓപ്ഷൻ വരാൻ നോക്കാം. അപ്പം നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ കനോട്ട് സീ അറ്റ് നൈറ്റ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? കളയണം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും വരാൻ ചാൻസ് ഉണ്ട്. എ പേഴ്സൺ വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ക്യാൻ സീ ഇൻ ബ്രൈറ്റ് ലൈറ്റ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് ഡേ ലൈറ്റിൽ കാണാൻ പറ്റും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാണാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ചാൻസ് ഉണ്ട്, അവിടെ ഒരു ചാൻസ് ഉണ്ട്, കാണാൻ പറ്റും എന്നുള്ള ഒരു ചാൻസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബട്ട് പ്യുവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ എന്നായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് മാർവൽ ഇൻ ടു ദ മാഗ്നറ്റിക് റെലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ആൾക്കാരെ തന്നിട്ടുണ്ട്, എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ബാറുകൾ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് അയൺ ഫില്ലിങ്സ് ആർ സ്പ്രിങ്കിൾഡ് ഈസ് ഓൺ എ ബാർ മാഗ്നറ്റ്? അതായത് ഒരു ബാർ മാഗ്നറ്റിന്റെ മുകളിൽ അയൺ ഫൈലിങ്സ് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്തു. നമ്മൾ ഇങ്ങനെ തരി പോന്നിട്ട് അയൺ ഫൈലിങ്സ് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിലേക്ക് എന്ത് ചെയ്യും? അത് അട്രാക്ട് ആവില്ലേ? ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിക്ചർ ഇല്ലുസ്ട്രേറ്റ് ഹൗ ദീസ് അയൺ ഫൈലിങ്സ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ടു എ ബാർ മാഗ്നറ്റ്, മാർക്ക് ദ പോൾസ് ഓഫ് എ ബാർ മാഗ്നറ്റ് ആൻഡ് യു ഹാവ് ഡ്രോൺ. അതായത് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ബാർ മാഗ്നറ്റ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. അപ്പം നമ്മളൊരു ബാർ മാഗ്നറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പോൾസ് മാർക്ക് ചെയ്യണം. അതിൻ്റെ പോൾസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നോർത്ത് എന്ന് മാർക്ക് ചെയ്യുന്നു, ഇവിടെ സൗത്ത് എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ അയൺ ഫൈലിങ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അയൺ ഫൈലിങ്സ് കാണാം ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അയൺ ഫൈലിങ്സ് കാണാൻ പറ്റുക. നമുക്ക് ഇങ്ങനെ അറേഞ്ച്മെന്റ് ആണ്, നമുക്ക് അയൺ ഫൈലിങ്സിന്റെ ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ അയൺ ഫൈലിങ്സ് സ്റ്റക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കാണുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ വരയ്ക്കുന്നതിനാണ് എന്ത് അവിടെ മാർക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ദ പിക്ചേഴ്സ് ഓഫ് ടു ഒബ്ജക്ട്സ് എ ആൻഡ് ബി. എ എന്ന് പറയുന്ന ഒബ്ജക്റ്റും ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റും ആണ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഒബ്ജക്ട് എ അട്രാക്ട്സ് എ ബാർ മാഗ്നറ്റ്. അതായത് ഒബ്ജക്ട് എ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്ട് എ എന്ന് പറയുന്നത് മാഗ്നറ്റിനോട് അട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം അതെന്തായിരിക്കാം? ഒന്നെങ്കിൽ മാഗ്നറ്റ് ആയിരിക്കാം. ഒരു മാഗ്നറ്റിനോട് അട്രാക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ മാഗ്നറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കാം. മാഗ്നറ്റിനോട് അട്രാക്ഷൻ കാണിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് വിളിക്കുക. അപ്പം ഇവിടെ എ എന്താണ് ചാൻസ് വരാനുള്ളത്? എ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എ മാഗ്നറ്റ് ആവാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ആവാം അല്ലേ? മാഗ്നറ്റിക് മെറ്റീരിയൽ ആവാം. ഇനി ബി നോക്കാം. ബിന്റെ കേസ് എന്താ? ദ ഒബ്ജക്ട് ഈസ് റിപ്പൽഡ് ബൈ വിത്ത് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിനോട് റിപ്പൽഷൻ കാണിച്ചു എന്നാ പറഞ്ഞത്. ഒരു മാഗ്നറ്റിനോട് റിപ്പൽഷൻ കാണിക്കാൻ മറ്റൊരു മാഗ്നറ്റിനെ കഴിയുള്ളൂ. അപ്പം നമുക്ക് ഈസിലി പറയാൻ പറ്റും ബി എന്തായിരിക്കും? ഒരു മാഗ്നറ്റ് ആയിരിക്കില്ലേ? ഒരു മാഗ്നറ്റിനോട് അട്രാക്ഷനും റിപ്പൽഷനും കാണിക്കാൻ പറ്റുന്നത്, രണ്ടും കാണിക്കാൻ പറ്റുന്നത് മറ്റൊരു മാഗ്നറ്റിന് മാത്രമായിരിക്കും. മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒരിക്കലും റിപ്പൽഷൻ കാണിക്കില്ല. അതുപോലെ തന്നെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒരിക്കലും അട്രാക്ഷനും കാണിക്കില്ല, റിപ്പൽഷനും കാണിക്കില്ല. അപ്പോൾ ഒരു മാഗ്നറ്റിനോട് അട്രാക്ഷനും റിപ്പൽഷനും കാണിക്കാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റ്, മറ്റൊരു മാഗ്നറ്റ് മാത്രമല്ലേ? അപ്പം മറ്റൊരു മാഗ്നറ്റ് ആയിരിക്കും ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് വെച്ചിട്ടാണ് നമ്മൾ ബി പാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ബി പാർട്ട് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ഫോൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എ ക്യാൻ ബി എ മാഗ്നറ്റ്. ശരിയാണോ? എ ഒരു മാഗ്നറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഫാൾസ് അല്ല, അത് ട്രൂ ആണ്. ഇനി ബി ക്യാൻ ബി എ മാഗ്നറ്റ്. ബിയും മാഗ്നറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എ ക്യാൻ ബി എൻ അയൺ ബാർ. അയൺ ബാർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, അതും വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബി ക്യാൻ ബി ആൻ അയൺ ബാർ. ബി ഒരു അയൺ ബാർ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ബി അയൺ ബാർ ആണെങ്കിൽ എന്ത് ചെയ്യും?
മറ്റൊരു മാഗ്നറ്റിനോട് അട്രാക്ഷൻ ആണ് കാണിക്കേണ്ടത്. ഇത് റിപ്പൽഷൻ കാണിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ റിപ്പൽഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു മാഗ്നറ്റ് ആണ്. സോ ഈ ഒരു ഓപ്ഷൻ എന്തായിരിക്കും? റോങ് ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി ആയിരിക്കും. ബി ഒരിക്കലും അയൺ ബാർ ആവാൻ ചാൻസ് ഇല്ല. എ വേണമെങ്കിൽ അയൺ ബാറും ആവാം, അതുപോലെ തന്നെ മാഗ്നറ്റും ആവാം. ബി എപ്പോഴും മാഗ്നറ്റ് ആയിരിക്കും, കാരണം അത് റിപ്പൽഷൻ കാണിച്ചിട്ടുണ്ട് മറ്റൊരു മാഗ്നറ്റിനോട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പാർട്ടിലേക്ക് പോവാം. അടുത്തൊരു പാർട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഐഡന്റിഫൈ ദ മാഗ്നറ്റ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. അതായത് പിക്ചർ 1 ഒരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്, പിക്ചർ 2 ഒരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റ് ആണ് അല്ലെ. ഡിസ്ക് ഷേപ്ഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് വിളിക്കാം അല്ലെ. ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പേര് വിളിക്കാം? മാഗ്നറ്റിക് ഡിസ്ക് എന്ന് വിളിച്ചൂടെ? മാഗ്നറ്റിക് ഡിസ്ക് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇതെന്താണ്? ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് അല്ലെ, യു പോലെയാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ പേരാണ് യു ഷേപ്ഡ് മാഗ്നറ്റ്. ഓക്കെ, ഇത് യു ഷേപ്ഡ് മാഗ്നറ്റ് ആണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് മാഗ്നറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന 2 മാഗ്നറ്റ്സ് ആണ് ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക്, പിക്ചർ 2 തന്നുള്ള യു ഷേപ്ഡ് മാഗ്നറ്റ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനിയും നമുക്ക് 4 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. സോ നമുക്ക് അത് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് പാർട്ട് എന്ത് ചെയ്യാം? തീർച്ചയായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് പാർട്ട് കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം.